എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ചാനലിനകത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെ, മഹേഷിന്റെ, വേദയുടെയും, വിക്രത്തിന്റെ, അബിയുടെയും, ജാനകിയുടെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവര് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേട്ടോ. അപ്പൊ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മുകുന്ദൻ മാഷും ശോഭൻ ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. പല്ലവിനെ സേതുവിനെ കൂടെ ഒന്നിപ്പിക്കണം. അങ്ങനെ സേതുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി. പക്ഷെ സേതു ഒരു കണ്ടീഷൻ വെച്ചു, പല്ലവിയോട് ചോദിക്കണം. പല്ലവിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിക്കണമെന്ന് പറയണം. പല്ലവിക്ക് ഇഷ്ടമാണോന്ന് അറിയില്ലോ. പല്ലവിക്ക് ഇഷ്ടമല്ലാതെ പിന്നെ താനൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പല്ലവിയോട് ചോദിക്കാൻ പറയണം. അങ്ങനെ പല്ലവിക്കാണെങ്കിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിമ്മിഷ്ടമാണ്. പാറുവിന്റെ ഉപദേശം തരുന്നുണ്ട്. പാറു ആണെങ്കിലോ ഇത് കേൾക്കാൻ കാത്തിരുന്നവരെയായിരുന്നു പല്ലവിയോട് കാര്യങ്ങളൊക്കെ പറയണേ. പല്ലവിയോട് പറഞ്ഞു, ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ചേച്ചി എന്തിനാ പേടിക്കണേ? ആ ഇന്ദ്രനെ പോലെയുള്ള ഒരു ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ചേച്ചിനെ രക്ഷിച്ച ആളല്ലേ സേതുവേട്ടൻ. പിന്നെ ചേച്ചി എന്തിനാ വിഷമിക്കണേ? ചേച്ചിയുടെ ഒപ്പം എന്നും എക്കാലവും ഈ സേതുവേട്ടനുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് പോലും ഇറക്കി വിട്ട സമയത്ത് ആരോ ഉണ്ടായിരുന്നേ. അതോട് ചേച്ചി ധൈര്യമായിട്ട് പോയി സേതുവേട്ടനോട് ഇഷ്ടം പറഞ്ഞു. ഇത്ര നല്ലൊരു ബന്ധം ഇനി ഇപ്പം ചേച്ചിക്ക് കിട്ടാനില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം പല്ലവി വെച്ചു, അത് പ്രശ്നമാകും. എന്ത് പ്രശ്നം? ഇനി ഇങ്ങനെ തുറന്നു പറയാതിരിക്കരുത്. മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയണമെന്ന് പറയാം. ഞാൻ നോക്കട്ടെ എന്ന് പറയാം. നോക്കിയിട്ട് കാര്യമില്ല, ഇപ്പൊ തന്നെ സേതുവേട്ടനെ കാണാനായിട്ട് പോണെന്ന് പറയാണ്. പിന്നീട് പല്ലവി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മാഷും ശോഭയും ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്ന് പറയണേ. കുഴപ്പമില്ല, ഞാൻ സേതുവേട്ടനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞോണ്ടാണ് പല്ലവി അവിടെ നിന്ന് ഇറങ്ങണേ. അപ്പൊ പോകുന്ന വഴിക്കെല്ലാം പല്ലവിയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താവും എങ്ങനെയാവൊന്നും അറിയില്ലായിരുന്നു. ഈ സമയം കെട്ടൊക്കെ വിട്ടതിന് ശേഷം സ്വാതി പതുക്കെ എഴുന്നേറ്റ് വരുവാണ്. സ്വാതിക്ക് ആ തലയുടെ പെരുപ്പൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വീർപ്പുമുട്ടല്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോഴേക്ക് ഋതു അങ്ങോട്ടേക്ക് കയറുന്നു. ഋതു വന്നിട്ട് സാദിയോട് ചോദിച്ചു, എന്താ സാദി ഇന്നലെ എന്താ നടന്നേന്ന് ചോദിക്കാം. അത് പിന്നെ ഞാന് ഇവിടെ എന്തൊക്കെ പ്രശ്നമായിരുന്നു അറിയാവോ? അല്ല നീ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. അത് പിന്നെ ചേച്ചി ഒരബദ്ധം പറ്റിയതാ. അബദ്ധം പോലും അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഞാൻ ഇന്നലെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എന്ന് പറയും. നീ എന്തിനാ ആ പല്ലവിനെ അവിടെ വരുത്തിയെന്ന് ചോദിക്കും. അത് ഞാൻ വരുത്തിയതൊന്നും അല്ല, അവരങ്ങോട്ട് കയറി വന്ന അല്ലെങ്കിൽ തന്നെ ഒരു ഒഴിയാബാധയായിട്ട് എന്നെ പിന്തുടർന്ന് കൂടെ നടക്കുവാന്ന് പറയണം. ആ സേതുമാധവൻ പോയി കഴിഞ്ഞപ്പോ ഇച്ചിരി സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്താണ്ടേ അവൾ അങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നു ആ പല്ലവി എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എങ്ങാനും ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്നു പോലും അറിയില്ല എന്ന് പറയണം. അമ്മ അല്ലെങ്കിൽ തന്നെ നല്ല ദേഷ്യത്തിലാ. നിനക്കിനിയിപ്പൊ രാവിലെ ബോധം വന്ന് കഴിയുമ്പോഴത്തേനും അമ്മ എന്തൊക്കെ പറയുമെന്ന് അറിയത്തില്ല, കേൾക്കാൻ തയ്യാറായിട്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആകെപ്പാടെ ഒരു ടെൻഷൻ ആയിപ്പോയി സ്വാതിക്ക്. ഇനി അമ്മ എന്തേലും പറയുവോ? പിന്നെ എന്ത് പറഞ്ഞാലാ, ഇനിയിപ്പൊ തനിക്ക് തന്റെ ഇഷ്ടം എന്നൊക്കെ ഒരു ധാർഷ്ട്യം സ്വാതിയുടെ മനസ്സിലുണ്ടായിരുന്നു. അമ്മ എന്ത് വെള്ളം പറഞ്ഞോട്ടെ, തന്റെ ഇഷ്ടത്തിന് താൻ ജീവിക്കുള്ളൂ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായി. അപ്പോഴേക്കാണ് ഇന്ദ്രന്റെ ഒരു കോള് വരുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ ഇന്ദ്രനാ കോളെടുത്തു. കോളെടുത്തപ്പം ഇന്ദ്രനോട് സ്വാതി പറഞ്ഞു, സോറി കേട്ടോ എന്തിനാന്ന് പറയണ. എന്തിന്? അല്ല ഇന്നലെ പല്ലവി വന്ന് അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയേനെ. ഓ അതാണ് കാര്യം. അതൊന്നും കുഴപ്പമില്ലെന്ന് പറയണ. നമ്മളിത് എത്ര കണ്ടേക്കുന്നു, നമുക്കൊന്ന് എൻജോയ് ചെയ്യണ്ടേന്ന് ചോദിക്കും. അത് പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കാരണം ഇന്നലെ തന്നെ വീട്ടിൽ നല്ല പ്രശ്നമാക്കി. ആ പല്ലവി വന്ന് ഇവിടെ വേണ്ടതും വേണ്ടാത്തതും എല്ലാം പറഞ്ഞു പിടിപ്പിച്ചെന്ന് പറയാ. ഇന്ദ്രൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഇടയ്ക്ക് ഒരു ദിവസം വന്നാ മതി, ഞാൻ വിളിക്കാം, അപ്പോഴേക്കും വന്നാ മതി എന്ന് പറയണം. ആ കാര്യം ഞാൻ ഏറ്റു, അറിയാലോ. പിന്നെ സ്ഥലവും സന്ദർഭവും ഒക്കെ ഞാൻ അറിയിച്ചേക്കാന്ന് പറയണം. അങ്ങനെ ഫോൺ വെക്കുവാണ് സ്വാതി. ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേന് സ്വാതി ഓർത്ത് ഇനിയിപ്പൊ അമ്മയെന്നല്ല ആര് പറഞ്ഞാലും താൻ പോവും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. ഈ സമയം പൂർണിമയ്ക്ക് ചായയായിട്ട് ബേബി ചേച്ചി എല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോ പൂർണിമ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. പിന്നീട് ബേബി ചേച്ചിയോട് ചോദിച്ചു, അല്ല സ്വാതി എഴുന്നേറ്റോ എന്ന് ചോദിക്കുകയാണ്. കുറച്ചു മുമ്പ് ഞാൻ ചെന്നപ്പോഴും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം പൂർണ്ണിമ പറഞ്ഞു, അവല് എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്നോടൊന്ന് പറയണം കേട്ടോ എന്ന് പറയണം. ശരിയെന്ന് പറയും. ബേബി ചേച്ചി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം പൂർണ്ണിമ ഓർത്തു, ഒരുപക്ഷെ രാവിലെ അവളെ ഒന്ന് വിളിച്ച് ഉപദേശിച്ച് നോക്കാം, അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് എന്നപ്പോഴത്തേനും ബേബി ചേച്ചി വന്നിട്ട് പറഞ്ഞു, സ്വാതിമോള് എഴുന്നേറ്റെന്ന് പറയണം. അങ്ങനെ പിന്നീട് പൂർണ്ണിമ മുറിയിലേക്ക് എല്ലുക. ആ സമയത്ത് സ്വാതി ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പൂർണ്ണിമനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി ഒന്ന് മോൻ തിരിച്ചു നോക്കി. പിന്നീട് ചോദിച്ചു, അല്ല നിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കുക. എന്ത്? അല്ല നീ ഇന്നലെ എന്താ കാണിച്ചെന്ന് ചോദിക്കാണ്. എന്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചില്ലെന്ന് പറയാം, വെറുതെ കള്ളത്തരം പറയലെന്ന് പറയാ. നിന്നോട് ആരടി ആ ഇന്ദ്രനോടൊപ്പം പോകാൻ പറഞ്ഞെന്ന് ചോദിക്കും. ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇന്നലെ പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ വിട്ടു. മേലാല് ഇനി ഇത്തരം
പരിപാടികളും ചെയ്തുകൊണ്ട് ഈ കുടുംബത്തിലേക്ക് വന്നു കയറാൻ നീ നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിനക്ക് വീടിന് പുറത്തായിരിക്കും സ്ഥാനം എന്ന് പറയാം. മാധവേട്ടനോ പോയിട്ടുള്ളൂ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാണ്. മാധവേട്ടന്റെ മക്കളാരും വഴി പഠിച്ചു പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഞാൻ ജീവനോടെ ഉള്ളപ്പോ സമ്മതിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോ സ്വാതി പറഞ്ഞു, പിന്നെ ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്ക് എന്റേതായ തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഒന്ന് ദേഷ്യം വന്നു പൂർണ്ണിമ പെട്ടെന്ന് എന്നിട്ട് നീ എന്താടി പറഞ്ഞേ എന്ന് പറഞ്ഞ് തല്ലാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങുവാണ്. പെട്ടെന്ന് സ്വാതി പറഞ്ഞു, തല്ലി അങ്ങോട്ട് കൊല്ല, എങ്കിൽ പിന്നെ സമാധാനം ആവുമല്ലോ. എന്നിട്ട് ആ സേതുമാധവനെ ഇവിടെ കയറ്റി പാർപ്പിക്കാനായിട്ടായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെ ഉദ്ദേശമില്ലേ? അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല, അത് ചിന്തിക്കുക വേണ്ടെന്ന് പറയണം. അങ്ങേര് പോയി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായത്. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി പോയതാ, അല്ലാതെ വേറെ എന്തിനും വേണ്ടിട്ടല്ല. അയാൾ ഈ വീട്ടിലുള്ള ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലെന്ന് പറയണം. ഇത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, അവൻ ഇവിടെ ഉള്ളതുകൊണ്ട് നിനക്കൊക്കെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. പിന്നെ ഒരു കുഴപ്പമില്ല, അവൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ കുടുംബത്തിലൊരു സമാധാനം വന്നേ. അയാൾ ഈ കുടുംബത്തിലേക്ക് കയറിയതുകൊണ്ടാ ചേച്ചിയുടെ കല്യാണം പോലും അങ്ങനെയായി തീർന്നേ. അയാൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ചേച്ചിക്ക് നല്ലൊരു ബന്ധം കിട്ടിയാനെന്നൊക്കെ പറയാം. കേട്ട പൂർണ്ണിമ പറഞ്ഞു, നീ കൂടുതലൊന്നും പറയാൻ പോണ്ട, പറഞ്ഞു കേട്ടല്ലോ. എനിക്കറിയാം അമ്മേനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തിരിച്ചു വിട്ടേക്കുന്ന ആരായിരിക്കും. ആ പല്ലവി അല്ലേ, അവളെ കുട്ടികളെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം. നീ എന്താടി പറഞ്ഞേ എന്ന് ചോദിച്ച് കൈ ഓങ്ങിക്കൊണ്ട് ചെന്നപ്പോഴത്തേനും പറഞ്ഞു, ഞാനുള്ള കാര്യ പറഞ്ഞേ. അവരെന്നോട് പറഞ്ഞു ഒന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം ഒന്ന് പിടിപ്പിച്ചു തന്നില്ലേ. എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരിക്കും അവളുടെ ലക്ഷ്യം. എന്നിട്ട് അവൾക്ക് ആ സേതുമാധവനും കൂടെ ഇവിടെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ കഴിയാനായിരിക്കും. ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാതി അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി പൂർണ്ണിമയ്ക്ക്. കാരണം പൂർണ്ണിമയ്ക്ക് മനസ്സിലായി പെട്ടെന്നൊന്നും പറഞ്ഞാലൊന്നും ഇവളങ്ങ് ഉൾക്കൊള്ളാൻ പോകുന്ന ലക്ഷണം കാണുന്നില്ല. വല്ലാത്തൊരു സ്വഭാവം തന്നെ. ഈ സമയം പല്ലവി സേതുവിനെ കാണാനായിട്ട് ചെല്ലുവാണ്. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് ആപ്പെട്ടൊരു നാണം, ഇതിനു മുമ്പില്ലാത്തൊരു നാണം. അതുപോലെ തന്നെയാണ് സേതുവും പല്ലവിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. പെട്ടെന്ന് പല്ലവി സേതുവേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിക്കാം. സേതു പറഞ്ഞു, ഞാന് പല്ലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറയണം. ഇത് കേട്ടതും പല്ലവി ചെന്നിട്ടോ അച്ഛനും അമ്മയും ഒരു കാര്യം എന്നോട് പറഞ്ഞു പറയാം പല്ലവിയുടെ. ഇത് കേട്ടപ്പോ പല്ലവി ചോദിച്ചു, എന്നിട്ട് സേതുവേട്ടൻ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല, പല്ലവിയുടെ തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ പറയാന്ന് കരുതിന്ന് പറയണം. ഇത് കേട്ടപ്പം പല്ലവി ചോദിച്ചു, അല്ല ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിച്ചോട്ടെ, സേതുവേട്ടൻ എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും സേതു ഒരു നിമിഷം ഒന്നും മിണ്ടായിരുന്നു. എന്താ സേതുവേട്ടാ, സേതുവേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കാം. അത് പിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമാണെന്ന് പറയണേ. ഇത് കേട്ടും പല്ലവിക്ക് സന്തോഷമുണ്ടേ. പിന്നീട് പല്ലവിയോട് ചോദിച്ചു, പല്ലവിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കാം. പല്ലവി പറഞ്ഞു, എനിക്ക് ഇഷ്ടമാ, എനിക്ക് സേതുവേട്ടന്റെ സ്വഭാവം ഒത്തിരി ഇഷ്ടം, ആദ്യം മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു പറയണം. സേതുവേട്ടൻ ഓർക്കുന്നുണ്ടോ, ഇന്ദ്രൻ എന്നെ കാണാൻ വന്ന ആ ദിവസമാണ് സേതുവേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ കല്യാണ ചെറുക്കനാന്ന് കരുതിയിട്ട് സേതുവേട്ടനാണ് ആദ്യം കൊണ്ട് ചായ തന്നേന്ന് പറയാം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറയാം. അന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ഭഗവാനെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷന് അവൻ നല്ലവനായിരിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥനയോടെ കൂടി അയാൾ എനിക്ക് കല്യാണം കഴിക്കാണ്ട് സാധിക്കണം, എനിക്ക് ഒത്തിരി അധികം പെണ്ണ് കാണാൻ നിന്ന് കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ചായ തന്നേന്ന് പറയാണ് സേതുവേട്ടന്. ഒരു പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ആദ്യം സേതുവേട്ടനാന്ന് കരുതിയിരുന്നേ. പക്ഷെ സേതുവേട്ടൻ അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അത് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വന്നു ചേർന്ന് പറയണം. ഇത് കേട്ടപ്പം സേതു പറഞ്ഞു, എനിക്ക് അങ്ങനെ വലിയ പ്രതീക്ഷകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പല്ലവിയുടെ മനസ്സിൽ എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എങ്കിൽ പിന്നെ എനിക്ക് തോന്നി പല്ലവിക്ക് എന്നോട് ഇഷ്ടമുണ്ട്. എനിക്ക് പല്ലവിയോട് എത്ര ഇഷ്ടമുണ്ടോ അതിനേക്കാളും കൂടുതലായിട്ട് ഇഷ്ടം പല്ലവിക്ക് എന്നോടുണ്ടെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം. ഒരു പക്ഷെ പല്ലവിക്ക് അറിയായിരിക്കും എന്റെ ക്യാരക്ടർ എന്താന്ന്, ഞാൻ എന്താന്ന്. ഇതിപ്പോ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നവനാ, കയറി കിടക്കാൻ നല്ലൊരു വീട് പോലും ഇല്ല. എന്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ പല്ലവിക്ക് എന്തോ എന്ന് അറിയത്തില്ല. അറിയാലോ, ഞാൻ വെറൊരു പന്തൽ പണിക്കാരൻ മാത്രമാ, പല്ലവി ഒരു കോളേജ് ലെക്ചറും, നമ്മൾ തമ്മിൽ കുറെ അന്തരം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, അതാണോ പ്രശ്നം? അതൊരു പ്രശ്നമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നേ ഇല്ല. സേതുവേട്ടന് നല്ലൊരു മനസ്സുണ്ടല്ലോ, അത് മതി. പിന്നെ എന്നെ പട്ടിണി കിടില്ലെന്ന് എനിക്കറിയാം. എന്തേലും ജോലി ചെയ്ത് എന്നെ പോറ്റുമെന്ന് നല്ല ഉറപ്പുണ്ട്. എനിക്ക് ആ ഉറപ്പ് മാത്രം മതി. അല്ലാതെ വലിയ കൊട്ടാരവോ വലിയ പണക്കാരെ പോലെയുള്ള നടത്തോ ഇതൊന്നും എനിക്ക് വേണ്ട. അങ്ങനത്തെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണം. എനിക്ക് സാധാരണ രീതിയിലൊരു ജീവിതം മതി. എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ജീവിച്ച് ഞാൻ കണ്ടിരിക്കുന്നത്, എനിക്ക് അതുപോലത്തെ ഒരു ജീവിതം മതി എന്ന് പറയണം. ഇത് കേട്ടപ്പം സേതു പറഞ്ഞു, എനിക്കത് വിശ്വസിക്കാമെന്ന് ചോദിക്കാം. അതെന്താ സേതുവേട്ടാ? അല്ല, എൻ്റെ മനസ്സിലും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പലതവണ പല്ലവിയോട് തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. പക്ഷെ ഇപ്പോഴാണ് അതിന് സമയം വന്നേന്ന് തോന്നുന്നു. പല്ലവിയുടെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് അതിനെ എതിർക്കണമെന്ന് തോന്നില്ല എന്ന് പറയണം. പല്ലവി പറഞ്ഞു, ഞാനും കുറെ ആലോചിച്ചൊരു തീരുമാനം എടുത്തേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം. ഡിവോഴ്സ് ഹൈക്കോടതി വന്നു കഴിഞ്ഞാൽ ഉടനെ
എന്താണല്ലോ അതിന് നീക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഡിവോഴ്സ് കിട്ടിയാൽ മാത്രം നമ്മുടെ കല്യാണം നടക്കുള്ളൂ എന്ന് പറയാ. സേതു പറഞ്ഞു അത് കുഴപ്പമില്ല, എത്ര നാൾ വെള്ളം കാത്തിരിക്കാനായിട്ട് ഞാൻ തയ്യാറാന്ന് പറയാണ്. പക്ഷെ ഇനിയിപ്പം നമ്മൾ ആ പഴയ ഫ്രണ്ട്സ് അല്ലാന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവിയുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. പല്ലവിയുടെ അടുത്തേക്ക് സേതു ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞ് പല്ലവിക്ക് ഒരു നാണമൊക്കെ വന്നു. അതുപോലെ തന്നെ സേതുവിനും. അത് മുമ്പ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ പരസ്പരം പ്രണയം നമ്മൾ തുറന്നു പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ രണ്ടും പ്രണയിനികളാന്ന് പറയാണ്. ഈ പ്രണയിച്ച് നടക്കേണ്ട പ്രായമൊക്കെ ഒരു പക്ഷെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ നമ്മുടെ രണ്ടും കൂടെ നോക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ രണ്ടിന്റെയും ജീവിതം, രണ്ടുപേർക്കും രണ്ടു തരത്തിലുള്ള ജീവിതമായിരുന്നു ഉണ്ടായിരുന്നേ. പല്ലവി ആണെങ്കിൽ എല്ലാവരുടെ ഒപ്പം നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞു വന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. തെരുവിൽ നിന്ന് കയറി വന്നവനാണ് ഞാൻ. അറിയാലോ പല്ലവിക്ക്. പല്ലവി പറഞ്ഞ് സേതോട്ടാ നിർത്ത്, ഇനി അതൊന്നും പറയണ്ട. നമ്മള് ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചവരാ, ഇനി ആ രീതി മതിയെന്ന് പറയാണ്. പിന്നീട് സേതു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. പക്ഷെ എത്ര നാൾ വേണം പല്ലവിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ ഒരുക്കുക. പക്ഷെ ഒരു കാരണവശാലും എന്നെ ഇട്ടിട്ട് പോലെന്ന് എനിക്ക് വാക്ക് തന്നെന്ന് പറയാം. ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സ് അത് കിട്ടിയില്ലെങ്കിൽ പോലും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്കൊരു വാക്ക് തന്നെന്ന് പറയാണ്. ഇത് കേട്ടതും പല്ലവി സേതുവിന്റെ കയ്യിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ സേതുവേട്ടനെ ഉപേക്ഷിക്കില്ല. എന്ത് വന്നാലും എന്റെ മനസ്സിൽ സേതുവേട്ടൻ മാത്രമേ കാണുള്ളൂ. അങ്ങനെ അവരവരുടെ പരസ്പരം പ്രണയമൊക്കെ തുറന്നു പറഞ്ഞ് ഒന്നാവാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.